കാസർഗോഡ് അതിശക്ത മഴയിൽ വീട് തകർന്നു. ചീമേനി സ്വദേശിനി ചന്ദ്രമതിയുടെ വീടാണ് തകർന്നത്. കനത്ത മഴയിൽ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലം പതിക്കുകയായിരുന്നു. ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ പെയ്ത മഴയിൽ മുണ്ട ഏലിയോട്ടുംപൊയിലിലെ കെ ചന്ദ്രമതിയുടെ വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇവർ ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു. അതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. സംഭവം ഞാൻ പറഞ്ഞു, എനിക്ക് ലൈഫിൽ വീടുണ്ട് പറഞ്ഞു, വീട് തരാമെന്ന് പറഞ്ഞു. ഇതുവരെ എനിക്ക് അവർ തന്നിട്ടില്ല. ഗ്രാമസഭയിൽ നിന്ന് എനിക്ക് പറഞ്ഞു വിടുകയും ചെയ്തിന്, ചന്ദ്രയ്ക്ക് വീട് പാസ്സായിട്ടുണ്ട്. ആ വീട് അവർ വേറെ ഒക്കെ കൊടുത്തതെന്ന് അറിഞ്ഞു. നമുക്ക് ഇതുവരെയായിട്ട് ഒന്നും നമുക്ക് തന്നില്ല. ഇപ്പോൾ അവർ പറഞ്ഞ ലൈഫിൻ്റെ വീട് പിന്നെ കട്ടാക്കി, ഇനി അതില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ മോദിയുടെ വീടാണെന്നുള്ളത് ഇനി അതിൽ കൊടുക്കാനോ നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാനിത് പല പ്രാവശ്യം പല ആളോടും ഞാൻ പറഞ്ഞിട്ട് ആരും നമ്പറെ ഞാൻ ഇന്ന് 2-3 ദിവസം വിളിച്ചു. അന്ന് പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് രാവിലെ വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ്. ഇപ്പോൾ വേറെ ആൾ വിളിച്ചിട്ട് പറഞ്ഞു 11 മണിക്ക് വരുന്നു. ഇത് എത്തിയില്ല. 15 വർഷത്തിലധികമായി ചന്ദ്രമതിയും 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. വീട് അപകട ഭീഷണിയിലാണെന്നും പുതിയ വീട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് ഇവരുടെ ആരോപണം. വീട് പൂർണ്ണമായി തകർന്നതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായിരിക്കുകയാണ് ഇവർ. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.